ഹായ് ഹലോ എല്ലാവർക്കും ആദ്യസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നും ഒരു നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് കേട്ടോ. നിങ്ങൾക്കും എന്താ പറയുക റെക്കമെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് പനി ആയതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ടത് പേരയിലയാണ്. പേരയില വേണം, സവാള വേണം, പിന്നെ നല്ല പുളിയുള്ള തൈരും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 10-15 പേരയില എടുക്കുക. നല്ല തളിരില തന്നെ എടുക്കണം. ആ മൂത്ത ഇല എടുക്കരുത്, തളിരില തന്നെ വേണം. പിന്നെ അതിലേക്ക് ഒരു സവാള ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചെറിയുള്ളി എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് തൈരും കൂടെ ചേർത്ത് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട. നമ്മുടെ തൈരിൻ്റെ ആ ഒരു വെള്ളവും പിന്നെ നമ്മുടെ സവാളയുടെ നീരും കൂടെ ആകുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം വെള്ളം അതിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ ചേർക്കുകയൊന്നും വേണ്ട. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം പോരാ, അരിച്ചെടുക്കുകയും കൂടെ ചെയ്യണം. അരിച്ചെടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ തലയിലുള്ള ഉടക്കം കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ഉണ്ടാവുമല്ലോ, ആ ഓയിൽ തലയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരയില ആയതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെ എണ്ണമയം ഫുള്ള് ഇത് കളയും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ നമ്മളൊരു ശകലം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. മുടി ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ടാണ്. അത് ഈ പാക്ക് എന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയോട്ടിയിൽ നല്ലോണം തേച്ച് കൊടുക്കണേ. തലയോട്ടിയിലും പിന്നെ മുടിയുടെ അറ്റത്തും മുടിയിലും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് തലയോട്ടിയിൽ തേച്ച് ഒരു 10-15 മിനിറ്റ് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സവാള ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ച് തല വാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ഒരു കുറച്ച് നാൾ മീൻസ് ഒരു 2-3 മാസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പം തന്നെ നമ്മുടെ ഹെയറിൽ വ്യത്യാസം കാണാം. കുഞ്ഞു പുതിയ മുടികൾ കിളിക്കുന്നതും നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ആവണതും പിന്നെ ഒറ്റ യൂസിൽ തന്നെ ഞാൻ പറയാം നമ്മുടെ തലയിലുള്ള താരൻ പോവും. അങ്ങനെ തലയിലെ ചൊറിച്ചിൽ മാറാനും ഒക്കെ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തലയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. മുടിയുടെ അറ്റത്തും തേക്കാൻ മറക്കല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ അറ്റത്താണല്ലോ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകുന്നത്. അതൊക്കെ മാറി എന്താ പറയുക നമ്മുടെ മുടീനെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പേരയില ആയാലും സവാള ആയാലും തൈരായാലും ഇതിനെപ്പറ്റിയൊന്നും ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഹെയർ കെയറൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ നല്ലോണം അറിയാൻ പറ്റും. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ മുടി പൊട്ടലും താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റാനായിട്ട് 3 സാധനങ്ങളും അടിപൊളി സാധനമാണ് കേട്ടോ. ഈ പേരയില ഇല്ലാത്തൊരു വിഷമിക്കണ്ട. ഈ തൈരും സവാളയും കൂടെ മാത്രമായാലും നമുക്കിത് ചെയ്യാം കേട്ടോ. ഈ സവാളയും തൈരും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അതാണ്. അപ്പോൾ നമ്മളത് അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.